ഹായ് ആൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ വന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഹിന്ദി പഠിക്കാനും നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാനും സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും ആദ്യം തന്നെ പറയുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ആയിട്ട് നമുക്ക് ഹിന്ദിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റോസാനയ്ക്ക് ബോൽചാൽക്ക് ഹിന്ദി എന്നെല്ലാം പറയും. റോസാനയ്ക്ക് ഡെയിലി യൂസേജിന് പറ്റിയിട്ടുള്ള കുറച്ച് ഹിന്ദി ഫ്രേസസ്, വേർഡ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വേർഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് മാതിരി നിങ്ങൾ വെക്കുക. എന്നിട്ട് ഡേ ടു ഡേ ലൈഫിൽ ഇതിൽ ഓരോ വേർഡ്സും നിങ്ങൾ ആവശ്യം വരുന്ന അനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു പോവുക. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് യൂസ് വരുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഭാഷ നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റുക. അത് നമ്മൾ കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് അത് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഞാൻ അതിൻ്റെ വേർഡ്സും ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോന് ഇതിനപ്പുറം ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അതിനുശേഷം ബേസിക് കോഴ്സിലൊക്കെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ വരുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബേസിക് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹിന്ദി പഠിക്കണം, ഇമ്പ്രൂവ് ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളുടെ ഈ റോസാനയ്ക്ക് ബോൽചാൽക്ക് ഭാഷായെ സീഖേംഗെ. ആദ്യത്തെ വേർഡ്സ് നമുക്ക് നോക്കാം. പുട്ട് ക്ലോസ് ടു ഡ്രൈ. ആ ഡ്രസ്സെല്ലാം ഉണക്കാൻ ഇടൂ എന്ന് നമ്മൾ പറയുകയാണ് അല്ലേ. അപ്പം ഡ്രസ്സെല്ലാം ഉണക്കാൻ വേണ്ടി ഇടൂ എന്നിങ്ങനെ പറയാം. ഡ്രസ്സിന് കപ്പടെ എന്ന് പറയാം. ഉണക്കാൻ ഇടുന്നതിന് സുഖാ ധോ എന്ന് പറയാം. ഉണങ്ങാൻ ഇടൂ, സുഖാധോ. സൂഖന എന്ന് വെച്ചാൽ ഉണങ്ങുക എന്നാണ് അർത്ഥം. അപ്പം പുട്ട് ദ ക്ലോത്ത്സ് ടു ഡ്രൈ എന്നുള്ളതിന് കപ്പടെ സുഖാധോ എന്ന് പറയാം. ഇനി കിച്ചണിലൊക്കെ നമ്മൾ പറയും ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തോല് പൊളിച്ചേ. പീൽ ഓഫ് ദ പൊട്ടാറ്റോസ്. പീൽ ഓഫ് ദ പൊട്ടാറ്റോസ് എന്ന് പറയാം. പൊട്ടാറ്റോസിന് ആലു എന്നാണ് പറയുന്നത്. പീൽ ഓഫ് എന്നുള്ളതിന് ചീൽന എന്ന് പറയും. അപ്പം അതിനെ നാ ഒഴിവാക്കിയിട്ട് നമ്മളാണ് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്. ആലു ചീൽ ദോ. ആലു ചീൽ ദോ. ആ ചെയ്യൂ എന്നുള്ളതിനാണ് ദോ എന്ന് പറയുന്നത്. ഓക്കെ, അതേമാതിരി നമ്മൾ പറയുകയാണ് പീൽ ഓഫ് ദ ഓറഞ്ച്. ഓറഞ്ച് തൊലി പൊളിച്ചു തരൂ എന്നുള്ളതിന് എന്താ പറയാ, സന്തര ചീൽ ദോ. സോ ചീൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീൽ ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മേക്ക് ദ ബെഡ് ഓർ പ്രിപ്പയർ ദ ബെഡ് എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം, ബെഡിന് ബിസ്തർ എന്നാണ് പറയുന്നത്. ബിസ്തർ ലഗാദോ. ഓക്കെ, ബിസ്തർ ലഗാദോ. ഇനി ഓപ്പൺ ദ ലിഡ്. അതിന്റെ അടപ്പ് തുറന്നേ എന്ന് പറയുകയാണ്. അതിന് എന്ത് പറയാം, ഢക്കൻ ഖോൽ ദോ. ഢക്കൻ ഖോൽ ദോ. ഢക്കൻ എന്ന് പറഞ്ഞാൽ അടപ്പാണ്, ഒരു പാത്രത്തിന്റെ മൂടി, അത് അടപ്പ്, അതിനൊക്കെയാണ് നമ്മൾ ഢക്കൻ എന്ന് പറയുന്നത്. ലിഡ്, LID, ലിഡ്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സും സെൻറ്റൻസുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് വേഗം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഓക്കെ, സ്പ്രെഡ് ദ ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റ് വിരിക്കൂ എന്നുള്ളതിന് എന്ത് പറയാം, ബെഡ്ഷീറ്റിന് നമ്മൾ പറയുന്നത് ചാദർ എന്നാണ്. വിരിക്കുക എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ബിച്ചാന എന്നാണ്. സോ ചാദർ ബിച്ചാദോ. ചാദർ ബിച്ചാദോ. ഓക്കെ, ഇനി ഭക്ഷണം വിളമ്പൂ. സെർവ് ദ ഫുഡ് അല്ലേ. ഭക്ഷണം വിളമ്പൂ എങ്ങനെ പറയാം, ഖാന ലഗാദോ. ഖാന ലഗാദോ. സ്പീക്ക് ക്വിക്ക്ലി. വേഗം പറയേ എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പം എന്ത് പറയാം, തേസ് ബോലോ. തേസ് ബോലോ. തേസ് മീൻസ് സ്പീഡ്. ഓക്കെ, ബോൽന മീൻസ് നമുക്കറിയാം പറയുക എന്നാണ്. അപ്പം സ്പീക്ക് ക്വിക്ക്ലി എന്നുള്ളതിന് തേസ് ബോലോ എന്ന് പറയാം. മുജ് പർ സഹാര മത് ലോ. മുജ് പർ സഹാര മത് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഡു നോട്ട് ലീൻ എഗെയിൻസ്റ്റ് മീ. ഡു നോട്ട് ലീൻ എഗെയിൻസ്റ്റ് മീ. ഓക്കെ, സ്പീക്ക് ലൗഡ്ലി. സ്പീക്ക് ലൗഡ്ലി എന്ന് പറയാം. നമുക്ക് ചില സമയത്ത് നമുക്ക് കേൾക്കില്ല അവർ പറയുന്നത് എന്താണ്. അപ്പോൾ ഒന്ന് കുറച്ച് ഉറക്കെ പറയൂ എന്നുള്ളതിന് എന്താ പറയാ, ഊഞ്ചാ ബോലോ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സോർ സേ ബോലോ ലൗഡ്ലി. ഊഞ്ചാ ബോലോ അല്ലെങ്കിൽ സോർ സേ ബോലോ എന്ന് പറയാം. യൂസ് യുവർ ബ്രെയിൻ. കുറച്ച് എന്താ പറയാ,
മോളെ ഉപയോഗിക്കുക നമ്മൾ പറയില്ല. തമിഴാട്ടോ വന്നതൊന്നും ക്ഷമിക്കണേ. തമിഴ്നാട്ടിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് തമിഴിൻ്റെ ഒരു അതിപ്രസരമുണ്ട് എനിക്ക്. അപ്പം യൂസ് യുവർ ബ്രെയിൻ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ദിമാഗ് സേ കാം ലോ. എന്താണ്? അതൊരു ഫ്രേസ് ആണ് കേട്ടോ. ഹിന്ദിയിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ദിമാഗ് സേ കാം ലോ, ദിമാഗ് സേ കാം ലോ. കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ സെന്റൻസിൽ നമ്മളുടെ ഇംഗ്ലീഷിന് സമാനമായിട്ടുള്ള ട്രാൻസ്ലേഷൻ വരുന്നത് ദിമാഗ് സേ കാം ലോ എന്നാണ്. ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ അതാണ്. ഓക്കെ. സ്പീക്ക് സോഫ്റ്റ്ലി അല്ലെങ്കിൽ ക്വൈറ്റ്ലി എന്നുള്ളതിന് എന്താ പറയാ? സീതേ ബോലോ, സീതേ ബോലോ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വേർഡ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം കേട്ടതിന്, പഠിക്കാൻ എന്നുള്ള നിങ്ങളുടെ നല്ല മനസ്സിന് എല്ലാത്തിനും നന്ദി പറയുകയാണ്. താങ്ക് യു.